ഈ പറഞ്ഞ പോലെ അത്ര കോമൺ അല്ല. എന്നിരുന്നാലും അത് പിന്നെ അത്യാവശ്യം നമ്മൾ കാണുന്നൊരു പ്രോബ്ലമാണ് ഈ സ്ട്രെസ് ഫ്രാക്ചർ. അത് വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാം അതിൻ്റെ ഒരു പ്രയാസം. അത് ഒരുപാട് ഈ ഡയഗ്നോസ്റ്റിക് ഡിലേ വരുന്നൊരു വിഷയമാണ്. അത് കണ്ടുപിടിക്കാൻ പലപ്പോഴും കാലതാമസം വരാറുണ്ട്. സ്വതവേ വേദനകളും പ്രയാസമായിട്ടാണ് വരിക. പറയുമ്പോൾ നമ്മൾ വീഴ്ച കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല. പലപ്പോഴും തുടക്കത്തിലുള്ള എക്സ്റേസിൽ അത് മിസ്സാവാറുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ് ഫ്രാക്ചർ എന്നുള്ളത് രണ്ട് കൂട്ടർക്കാണ് വരുന്നത്. ഒന്ന് നമ്മൾ സ്വതവേ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ലാതെ അൺഅക്കസ്റ്റംഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുക. പെട്ടെന്ന് ഒരു പോലീസ് ട്രെയിനിങ് അല്ലെങ്കിൽ അത്തരം ഒരു ഫിസിക്കൽ എക്സേഷൻ വരുന്ന ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് ശീലമല്ലാത്തൊരു ലെവൽ ഓഫ് സ്ട്രെസ് വരുമ്പോൾ വരുന്ന ഫ്രാക്ചർ ഏറ്റവും കൂടുതൽ വരുന്നത് പാദങ്ങളിലാണ്. നമ്മുടെ പാദത്തിന്റെ എല്ലുകളിലാണ് അത് ഏറ്റവും കൂടുതൽ വരിക. അപ്പോൾ അതാണ് ഒരു കാരണം. മറ്റൊരു കാരണം പ്രായം ചെന്നവരിലും ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ മറ്റ് ശരീരത്തിന്റെ എല്ലിന് ബലം കുറയുന്ന എന്തെങ്കിലും ഒരവസ്ഥകളോ വരുന്ന ഒരു കാരണം കൊണ്ടിട്ടോ ഇത് ഫ്രാക്ചർ സംഭവിക്കാം. അപ്പോൾ ഇതിന്റെ പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക, അത് കറക്റ്റ് ടൈമിൽ അത് ട്രീറ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ അതൊരു ക്രോണിക് പെയിനിലേക്കും നമ്മുടെ ഒരു പെർഫോമൻസ് ലോസിലേക്കും ഒക്കെ അത് പോകാൻ സാധ്യതയുണ്ട്.